നമസ്കാരം. ടെലിവിഷൻ ചാനലുകൾ അഭിപ്രായ സർവേകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിനും നിയമസഭാ തെരഞ്ഞെടുപ്പിനും സകല തെരഞ്ഞെടുപ്പുകൾക്കും മുമ്പേ പ്രസിദ്ധീകരിക്കുന്നത് സാധാരണയാണ്. പലപ്പോഴും വ്യൂവേഴ്സിനെ കൂട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു തന്ത്രമായിട്ടാണ്, അവരുടെ വരുമാന സ്രോതസ് എന്നുള്ള നിലയിൽ പ്രധാനപ്പെട്ട ഒരു നീക്കമായിട്ടാണ് സർവേകളെ കാണുന്നത്. ഇത്തവണ സർവേകൾക്ക് വലിയ തോതിലുള്ള ബൂമുണ്ടായി. കൂടുതൽ ചാനലുകൾ സർവേകൾ ഒന്നിലധികം തവണ, മാതൃഭൂമിയൊക്കെ 2 തവണ നടത്തി. ആ സാഹചര്യത്തിലൊന്നും ഒരുപക്ഷെ മുമ്പുള്ള വിധം ജനങ്ങൾ അതിനെ ചർച്ച ചെയ്യുന്നതായി നമ്മൾ കണ്ടിരുന്നില്ല. എന്നാൽ ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം അതൊന്നുമല്ല. അത്തരത്തിലുള്ള ചർച്ചകളിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഉയർന്നു വരുന്ന ഒരു ചോദ്യം ഏഷ്യാനെറ്റിൻ്റെ സർവേ എവിടെ പോയി എന്നുള്ളതാണ്. സാധാരണ ഇപ്പോൾ 2019 തെരഞ്ഞെടുപ്പിലൊക്കെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട, അത് വിജയിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല, ഏറെ ശ്രദ്ധിക്കപ്പെട്ട അഭിപ്രായ സർവേകളിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ അഭിപ്രായ സർവേകളാണ്. പല അഭിപ്രായ സർവേകളും ഏറെ ശ്രദ്ധ നേടുക അതിൻ്റെ അവതരണ രീതിയിലും ആകാംക്ഷ പൂർത്തീകരിക്കുന്ന കാര്യത്തിലുമാണ്. പക്ഷേ സർവേകൾക്കുള്ള ഒരു റോളുണ്ട്. എന്താ വെച്ചാൽ ചില നിർണായക സമയങ്ങളിൽ സർവേകൾ ആളുകളെ കാര്യമായി സ്വാധീനിക്കും. അതുകൊണ്ടാണല്ലോ എക്സിറ്റ് പോളുകളുടെയൊക്കെ കാര്യങ്ങളിൽ ഇലക്ഷൻ കമ്മീഷൻ തന്നെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. ആ തരത്തിൽ ചില മണ്ഡലങ്ങളിൽ രണ്ടാമത് BJP എത്തുന്നു എന്നുള്ള സർവേ ചില ഗൂഢലക്ഷ്യത്തോടെ നടപ്പാക്കുന്നു എന്നുള്ള ആരോപണം വരുന്നതും ഈ സാഹചര്യത്തിലാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒന്നാമത് വരുന്ന ആൾ, രണ്ടാമത് വരുന്ന ആൾ, മൂന്നാമത് വരുന്ന ആൾ. അപ്പോൾ ഒരാൾ തോൽക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു ചെറിയ വിഭാഗം വോട്ടർമാരുണ്ടാവും. ആ വോട്ടർമാർക്ക് തങ്ങൾ തോൽക്കണം എന്നാഗ്രഹിക്കുന്ന ആൾ 2ാം സ്ഥാനത്തും തങ്ങൾ വോട്ട് നൽകണം എന്നാഗ്രഹിക്കുന്ന ആൾ 3ാം സ്ഥാനത്തും വരുമ്പോൾ അവരുടെ പ്രിഫറൻസ് മാറും. കാരണം തോൽവി ആണ് അവരുടെ മുന്നിലുള്ള. അപ്പോൾ അവരെന്ത് ചെയ്യും? ഒന്നാമത് ഉള്ള ആൾക്ക് വോട്ട് ചെയ്തുകൊണ്ട് അയാളുടെ രണ്ടാമതുള്ള ആളുടെ തോൽവി ഉറപ്പുവരുത്തും. അങ്ങനെ സർവേകൾ ഒരു മാതൃകയായി അവരുടെ മുമ്പിൽ വെക്കുകയും ചെയ്യും. യഥാർത്ഥത്തിലെ ചിത്രം അങ്ങനെ ആയിരിക്കുകയുമില്ല. ഉദാഹരണത്തിന് കഴിഞ്ഞ തവണ പത്തനംതിട്ടയിലെ തെരഞ്ഞെടുപ്പ് മത്സരം നമ്മുടെ ഓർമ്മയിലുണ്ട്. ആൻ്റോ ആൻ്റണി, വീണ ജോർജ്, കെ സുരേന്ദ്രൻ എന്നിവരായിരുന്നു മത്സരിക്കാൻ ഉണ്ടായിരുന്നത്. ഏഷ്യാനെറ്റിൻ്റെ സർവേയിൽ വന്ന റിസൾട്ടിൽ വീണ ജോർജ് 3ാമത് പോവും എന്നുള്ളതായിരുന്നു. അതേസമയം കെ സുരേന്ദ്രൻ 2ാമത് എത്തും എന്നുള്ളതാണ്. അപ്പോൾ BJP വിരുദ്ധ വോട്ടുകൾ ഇത്തവണ ആ സർവേയുടെ അടിസ്ഥാനത്തിൽ ഏകീകരിക്കപ്പെടുകയും ആൻ്റോ ആൻ്റണിക്ക് എല്ലാവരും വോട്ട് ചെയ്യുകയും ചെയ്യുന്ന സ്ഥിതിയുണ്ടായി. ആ അർത്ഥത്തിൽ ആ പോളിങ്ങിൽ വലിയ തോതിലുള്ള തിരിച്ചടി LDFന് ഉണ്ടാകേണ്ടതായിരുന്നു. എന്നാൽ ഉണ്ടായത് എന്താ? കെ സുരേന്ദ്രൻ 2ാമത് എത്തിയില്ല, മൂപ്പര് ജയിച്ചില്ല, 3ാമത് പോയി. വീണ ജോർജ് 2ാമതും പോയി. അപ്പോൾ ഈ സർവേയുടെ അടിസ്ഥാനത്തിൽ കുറേ വോട്ടുകൾ, വീണ ജോർജിന് കിട്ടേണ്ട കുറേ വോട്ടുകൾ ആൻ്റോ ആൻ്റണിക്ക് പോയി എന്നുള്ള ഒരു വസ്തുത നിലവിലുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് വീണ ജോർജ് ഇത്ര താരതമ്യേന ചെറിയതാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഭൂരിപക്ഷത്തിൽ എല്ലാം 1,90,000 ഒക്കെ ആയിരുന്നല്ലോ. പക്ഷേ ഇവിടെ അത്രയും ഭൂരിപക്ഷം എത്തപ്പെട്ടില്ല. ആ സാഹചര്യത്തിലും അങ്ങനെ എത്തിയെങ്കിൽ ഏഷ്യാനെറ്റിൻ്റെ സർവേ കൂടി ഇല്ലെങ്കിൽ എന്തായാലും വീണ ജോർജ് വിജയിച്ചേനെ എന്ന് അന്ന് LDF കേന്ദ്രങ്ങൾ വ്യാപകമായി പ്രചരിപ്പിച്ചിരുന്നു. പക്ഷേ കഴിഞ്ഞ തവണ ഒരു തരംഗമുണ്ടായിരുന്നു എന്നുള്ള വസ്തുത നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് അതൊന്നുമല്ല, ഏഷ്യാനെറ്റ് എന്തുകൊണ്ട് ഇത്തവണ അഭിപ്രായ സർവേകൾ പ്രസിദ്ധീകരിച്ചില്ല എന്നുള്ളതാണ്. ഈ ചർച്ച സാമൂഹ്യ മാധ്യമത്തിൽ 2-3 ദിവസങ്ങളായി ഫേസ്ബുക്കിൽ ഉൾപ്പെടെ നടക്കുന്നുണ്ട്. ചില ഇടതു അനുകൂല പ്രൊഫൈലുകൾ രാജീവ് ചന്ദ്രശേഖർ 3ാം സ്ഥാനത്ത് പോയി, അതുകൊണ്ട് അവർ അഭിപ്രായ സർവേ പുറത്തുവിടാതെ പൂഴ്ത്തിവെച്ചിരിക്കുകയാണ് എന്നുള്ള ആരോപണം വരെ ഉന്നയിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഈ ചർച്ച സോഷ്യൽ മീഡിയയിൽ ഒതുങ്ങിപ്പോകുന്ന, അധികമാരും ഗൗരവത്തിലെടുക്കാത്തൊരു ചർച്ചയായിരുന്നു. എന്നാൽ ന്യൂസ് 18ൻ്റെ രാത്രികാല ചർച്ചയിൽ അതിനൊരു വേദി ഒരുങ്ങിയിരിക്കുകയാണ്. ആ ചർച്ചയിൽ ഉന്നയിക്കപ്പെട്ട ഈ വിഷയം കൂടുതൽ ചർച്ച ചെയ്യുന്നതിന് പ്രോത്സാഹിപ്പിക്കുന്ന നിലയിൽ അവതാരകൻ പോലും രംഗത്തെത്തി. 2 ചാനലുകൾ തമ്മിലുള്ള മത്സരത്തിനിടയിൽ ഏഷ്യാനെറ്റിനെതിരെ അങ്ങ് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ എന്നറിയില്ല, മഞ്ജുഷ് ഗോപാലായിരുന്നു അവതാരകൻ. ചർച്ചയിൽ പങ്കെടുത്ത ഇടത് അനുഭാവി കൂടിയായ ഡോക്ടർ ലാൽകുമാറാണ് ഈ വിഷയം ഉന്നയിച്ചത്. ഈ പ്രാവശ്യം ഏഷ്യാനെറ്റ് ഒപ്പീനിയൻ പോൾ ചെയ്തില്ല. ഏഷ്യാനെറ്റ് ഒപ്പീനിയൻ പോൾ ചെയ്തില്ല. കാര്യം ഏഷ്യാനെറ്റ് ഒപ്പീനിയൻ പോൾ ഇപ്പൊ വരുന്നു എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു. ഏഷ്യാനെറ്റ് ഒപ്പീനിയൻ പോൾ ചെയ്തില്ല. കാര്യം എന്താ? അതെന്തായിരിക്കും മഞ്ജുഷിന്റെ ഒരു അഭിപ്രായത്തിൽ ഏഷ്യാനെറ്റ് ഒപ്പീനിയൻ പോൾ ചെയ്യാഞ്ഞത്? എല്ലാ പ്രാവശ്യവും ഒപ്പീനിയൻ പോൾ, എല്ലാ വർഷവും എല്ലാ തെരഞ്ഞെടുപ്പിലും ഒപ്പീനിയൻ പോൾ ചെയ്തിട്ട് ഏഷ്യാനെറ്റ് ഈ പ്രാവശ്യം മാത്രം ഒപ്പീനിയൻ പോൾ ചെയ്യുന്നില്ല. ഒരു ചാനലിനെതിരെ മറ്റൊരു ചാനലിൽ ഇരുന്ന് ഇത്തരം ഒരു വിമർശനം ഉന്നയിക്കാൻ പല സമയത്തും ആളുകൾ അനുവദിക്കാറില്ല. എന്നാൽ മഞ്ജുഷ് ഗോപാൽ ചർച്ച ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ എന്തെന്നറിയില്ല, ലാൽകുമാറിന്റെ വിശദീകരണം മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടി അങ്ങേയറ്റം തന്നെ അദ്ദേഹം സഹിഷ്ണുതയോടെ കേട്ടിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം പത്തനംതിട്ട നിയോജക മണ്ഡലത്തിൽ, കഴിഞ്ഞ 2019 കാര്യമാണ് ഞാൻ പറയുന്നത്, 2019 പത്തനംതിട്ട നിയോജക മണ്ഡലത്തിൽ വീണ ജോർജ് തോക്കുന്നതിന് കാരണം ഏഷ്യാനെറ്റ് എന്ന കേരളത്തിലെ ഏറ്റവും റേറ്റിംഗ് കൂടിയ ചാനൽ അവർക്ക് 20.3% വോട്ടാണ് കൊടുത്തത്, വോട്ടിംഗ് പെർസെൻറ്റേജ്. ശബരിമല കത്തി നിന്ന സമയത്ത് ഏഷ്യാനെറ്റ് കളിച്ചൊരു കളി എന്ന് തന്നെ ഞാൻ അതിന് വിശ്വസിക്കുന്നത്. കാര്യം ഒരു കാരണവശാലും 20% വരാൻ സാധ്യതയില്ലാത്തൊരു മണ്ഡലം അവർ കൃത്യമായി നല്ല രീതിയിൽ പണിയെടുത്ത് ഏഷ്യാനെറ്റ് വീണ ജോർജിനെ 3ാം സ്ഥാനത്തേക്ക്, 2ാം സ്ഥാനം പോലുമല്ല 3ാം സ്ഥാനത്തേക്ക് കൊണ്ടുവെക്കുകയും അവസാനം അവിടെ സംഭവിച്ചത് വീണ ജോർജ് കഷ്ടിച്ച് തോറ്റുപോകുന്ന, മറ്റുള്ള ആൾക്കാരുമായി കമ്പയർ ചെയ്യുമ്പോൾ, മറ്റുള്ള ആൾക്കാർക്ക് ഭൂരിപക്ഷം കിട്ടിയതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വീണ ജോർജ് വളരെ തുച്ഛമായ ഭൂരിപക്ഷത്തിലാണ് തോറ്റുപോയത്. ആ തുച്ഛമായ ഭൂരിപക്ഷത്തിൽ തോറ്റുപോയതിന് കാരണം ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ വന്നു. കാര്യം സുരേന്ദ്രൻ ഇവിടെ വരികയും
സുരേന്ദ്രനെ തോപ്പിക്കണം എന്നുള്ള ഒരു നിലപാട് ഇവിടുത്തെ പത്തനംതിട്ടയിലെ ജനത എടുത്തു. നരേന്ദ്രമോദി വരിക, അമിത്ഷാ വരിക. അപ്പം ഈ പറയുന്ന ആളെ തോപ്പിക്കുക എന്നൊരു പൊസിഷൻ, ആർ വോട്ട് ചെയ്താൽ ഈ പറയുന്ന വ്യക്തിയെ തോപ്പിക്കാം, സുരേന്ദ്രനെ തോപ്പിക്കാം എന്ന് പറയുന്ന പൊസിഷനിലേക്ക് വന്നപ്പം പലരും ആന്റണിയെ പ്രിഫർ ചെയ്തവരുണ്ട്. അതിന് കാരണം എന്തായിരിക്കും എന്നുള്ള ആരോപണം ലാൽകുമാർ വിശദമായി തന്നെ അവതരിപ്പിച്ചു. അഭിപ്രായ സർവേയിൽ രാജീവ് ചന്ദ്രശേഖർ പിന്തള്ളപ്പെട്ടുപോയി എന്നുള്ള റിസൾട്ട് കയ്യിൽ കിട്ടിയത് കൊണ്ടാണോ ഏഷ്യാനെറ്റ് അത് പ്രസിദ്ധീകരിക്കാത്തത് എന്നുമുള്ള ചോദ്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. ഒപ്പീനിയൻ പോൾ ചെയ്തു എന്നുള്ള ഒരു ആക്ഷേപം സമൂഹത്തിൽ നിൽപ്പുണ്ട്. അവരെ ഒപ്പീനിയൻ പോൾ ചെയ്യുകയും പല സ്ഥലത്തും ഈ പറയുന്ന ഇവർ ഉദ്ദേശിക്കുന്ന റിസൾട്ട് പലർക്കും കിട്ടാതെ വരികയും എന്നാ ഇത് കോൾഡ് സ്റ്റോറേജ് വെച്ചേക്ക് എന്ന് പറയുകയും ചെയ്തതുകൊണ്ട് ഇത് കോൾഡ് സ്റ്റോറേജ് വെച്ചിരിക്കുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അവിടെയാണ് മാധ്യമങ്ങളുടെ അജണ്ട. ഞാൻ പേരെടുത്താണ് പറഞ്ഞത്, ഏഷ്യാനെറ്റ് എന്നാണല്ലോ. എനിക്ക് നിങ്ങൾക്ക് അതിനകത്ത് നിങ്ങളെന്ന് പറഞ്ഞ് കൺഫ്യൂഷൻ വേണ്ട. കേരളത്തിലെ മുഖ്യധാര ചാനൽ ആദ്യമായിട്ടായിരിക്കും ഒപ്പീനിയൻ പോൾ ഇപ്പൊ ചെയ്യാത്ത ഏഷ്യാനെറ്റിന്റെ കാര്യമാണല്ലോ, വേറൊരു ചാനലിന്റെ കാര്യമാണല്ലോ. അപ്പം ഇടപെട്ടില്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് മഞ്ജുഷ് ഗോപാൽ ആ കാര്യത്തിലൊന്ന് ഇടപെട്ടു. ഈ സ്റ്റോറി എന്തിനാ പറയുന്നത് ചോദിച്ചാൽ പ്രേക്ഷകർ കേൾക്കാനായിട്ടാണ്. നിങ്ങൾ പയറ്റുന്ന ഈ ക്രോസ് വോട്ടിംഗ് തന്ത്രം നിങ്ങൾ തന്നെ പയറ്റുകയാണ് വരികൾക്കിടയിൽ. ശരി, താങ്കൾ പറഞ്ഞോളൂ. ഞാൻ എന്റെ പോയിന്റ് കംപ്ലീറ്റ് ചെയ്തില്ല. ഞാൻ ആ ഡീറ്റെയിൽസ് പറയുന്നത് ഒരു അനാലിസിസിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു. മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട ഈ പ്രാവശ്യത്തെ ഒരു അജണ്ട പൊളിക്കാനായിട്ടാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ പറഞ്ഞ പോയിന്റ് എന്നെ കംപ്ലീറ്റ് ചെയ്യാൻ അനുവദിക്കണം താങ്കൾ. ഏഷ്യാനെറ്റ് ന്യൂസ് ഇത്തവണ എന്താണ് ചെയ്തത്? അതിലും ലാൽകുമാർ വിശദീകരണം കൊടുത്തു. കാര്യം രാജീവ് ചന്ദ്രശേഖറിന്റെ പൊസിഷൻ മോശമാണെങ്കിൽ അവർ രാജീവ് ചന്ദ്രശേഖർ വേണ്ട, മുതലാളി വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനം വേണ്ട, അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞ ഈ നാട്ടിലെ കാര്യത്തിൽ അജണ്ട ഇപ്പൊ മഞ്ജുഷ് ഗോപാലിനോട് ഈ നിങ്ങളുടെ മാധ്യമങ്ങളിൽ ഒരാൾ പറയുകയാണ്, നിങ്ങൾ മുതലാളി പറയുകയാണ്, മഞ്ജുഷേ അത് വിടണ്ടെന്ന് പറഞ്ഞാൽ മഞ്ജുഷ് ഒന്നും ചെയ്യില്ല, വിടില്ല. നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനം, നിരന്തരം, നിർഭയം എന്നൊക്കെ പറയാമെന്നല്ലാതെ ഇവിടെ ഈ നാട്ടിലൊന്നും നടക്കത്തില്ല എന്ന് ഞാൻ അടിവരയിട്ട് കാര്യങ്ങൾ പറയാണ്. ഇങ്ങനെ ഏഷ്യാനെറ്റിന്റെ കാര്യം മാത്രം പറഞ്ഞാൽ പോരല്ലോ, പറയേണ്ടത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മഞ്ജുഷ് ഗോപാൽ ഈ കാര്യത്തിൽ തന്റെ നിലപാട് കൂടി വിശദീകരിക്കണമല്ലോ എന്ന് വിചാരിച്ച് ലാൽകുമാറിനോട് ചോദ്യങ്ങൾ ഉന്നയിച്ചു. എന്നെ പോയിന്റ് പറയാൻ അനുവദിക്കാതെ നിങ്ങൾ അസംഷൻ നടത്തിക്കൊണ്ട് പോകില്ലേ? എനിക്കൊന്നും പറയാനില്ലേ മഞ്ജുഷ്, എനിക്കൊന്നും പറയാനില്ല. അജണ്ട തന്നെ നടക്കട്ടെ. ഞാൻ പറഞ്ഞതിൽ എനിക്ക് ബോധ്യമില്ലല്ലോ. ഞാൻ പറഞ്ഞത് എനിക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് എന്താ ബോധ്യപ്പെടാത്തെ? കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്ക് എന്താ ഇതിനെ ബോധ്യപ്പെടാത്തെ? മാധ്യമപ്രവർത്തകരെല്ലാം ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിന് ഉദാഹരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഏഷ്യാനെറ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ, അതേ ബോധ്യം ലാൽകുമാർ ഉയർത്തുന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ മനസ്സിലായല്ലോ. ഏഷ്യാനെറ്റ് സാധാരണയായി സർവേ നടത്തുന്ന ഏഷ്യാനെറ്റ് ഇത്തവണ എന്തുകൊണ്ട് സർവേ നടത്തിയില്ല? തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ പിന്നോട്ട് പോയി എന്നുള്ള തോന്നൽ കൊണ്ടാണോ സർവേ നടത്താത്തത്? ആരെങ്കിലും സംരക്ഷിക്കാനാണോ സാധാരണ സർവേ നടത്തുന്നത്? ആരെങ്കിലും വിജയിപ്പിക്കാൻ ഉദ്ദേശം വെച്ചാണോ? ഏഷ്യാനെറ്റ് ന്യൂസിന്റെ സർവേക്കെതിരെ ആണെങ്കിലും അസാധാരണമായി മറ്റൊരു ചാനലിന്റെ സർവേക്കെതിരെ നടത്തിയ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ചർച്ചയായി നമുക്ക് കാണേണ്ടതുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം അവസാനിക്കുന്ന ഘട്ടത്തിൽ ഇനിയൊരു സർവേക്കൊന്നും സ്കോപ്പില്ല. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കുരുക്കിൽ ഏഷ്യാനെറ്റ് പെട്ടിരിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. സാധാരണ തെരഞ്ഞെടുപ്പിൽ സർവേ നടത്തിയാൽ വിമർശനം ഏൽക്കേണ്ടി വരും, നടത്താതിരുന്നാലും വിമർശനം ഏൽക്കും. നടത്തിയാലും കുഴപ്പമാവുന്ന അത്യപൂർവമായ പ്രതിസന്ധി സാഹചര്യത്തിൽ ഏഷ്യാനെറ്റ് വിമർശിക്കപ്പെടുകയാണ് എന്നുള്ളതാണ് ഈ ചർച്ചയുടെ ആ ചർച്ച കേട്ടതിന് ശേഷമുള്ള നമ്മുടെ അവസാനത്തെ നിഗമനം. നന്ദി, നമസ്കാരം.